PM ശ്രീയിൽ മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിയെന്ന മന്ത്രി GR അനിൽ. ഇതെങ്ങനെയാണ് ഒപ്പുവെച്ചതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയണം. വിദ്യാഭ്യാസ മന്ത്രി തങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെന്നും CPI എടുക്കുന്ന തീരുമാനം ഒരു തുള്ളി വെള്ളം ചേർക്കാതെ മന്ത്രിമാർ നടപ്പാക്കുമെന്നും GR അനിൽ പറഞ്ഞു. ക്യാബിനറ്റ് പിൻവലിച്ച ഒരു അജണ്ട ക്യാബിനറ്റിൽ അവതരിപ്പിക്കാതെ ക്യാബിനറ്റിനെ ഇരുട്ടിൽ നിർത്തി ഇതെങ്ങനെയാണ് ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറയട്ടെ. ഞങ്ങളെല്ലാം ഇരുന്ന ക്യാബിനറ്റിൽ 2 തവണ ചർച്ചയ്ക്ക് വിധേയമായി ഇത് മാറ്റിവെച്ച ഒരു വിഷയമാണ്. പിൻവലിച്ച് അതിന് മറ്റ് വഴികൾ തേടുന്നതിനെ കുറിച്ച് ആലോചിച്ചതാണ്. അതെങ്ങനെയാണ് ഇന്നലെ ഒപ്പുവെച്ചത് എന്ന് ആദ്യം വിദ്യാഭ്യാസ മന്ത്രി സമൂഹത്തോട് വ്യക്തമാക്കട്ടെ. ഞങ്ങളെ ബോധ്യപ്പെടുത്താത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്ത് വേണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്ക് തീരുമാനം. ഇന്നലെ സൂചിപ്പിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം ഏറ്റവും അന്തിമമായ തീരുമാനമാണ് 4 മന്ത്രിമാർക്ക്. ആ 4 മന്ത്രിമാരും അതിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നടപ്പാക്കാൻ സന്നദ്ധമായ പാർട്ടി നേതാക്കന്മാരായതുകൊണ്ട് ആദ്യം ഇതൊക്കെ വ്യക്തമായി വരട്ടെ. എന്നിട്ട് അതെല്ലാം പാർട്ടി ഷിജോ കുര്യൻ ചേർന്നു. ഷിജോ, മന്ത്രിസഭയിൽ സംഭവിച്ചത് നമുക്ക് പറയാം. അത് അപമാനിക്കലാണ്, അത് മുന്നണി മര്യാദയില്ലായ്മയാണ്. CPI മന്ത്രിമാർ 2 തവണ ഈ കാര്യം മാറ്റിവെക്കുകയാണ്. എന്നിട്ട് ഒരു ചർച്ചയുമില്ലാതെ പോയി ഒപ്പിടുകയുമാണ് ചെയ്തത്. അതിലെ എതിർപ്പ് മന്ത്രി GR അനിലും സൂചിപ്പിക്കുന്നു. അദ്ദേഹം അത് രേഖപ്പെടുത്തുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് CPI മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കും എന്നാണ്.